പോറ്റിയെ കയറ്റി എന്ന പാരഡി ഗാനത്തിൽ കേസെടുക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ. നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കുവാനും തുടർ നടപടികൾ വേണ്ട എന്ന് വെക്കുവാനും സർക്കാർ തീരുമാനിച്ചു. ഗാനത്തിൽ കൂടുതൽ കേസെടുക്കേണ്ടതില്ല എന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. അയ്യപ്പ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്ന് കാണിച്ച് തിരുവാഭരണപാത സംരക്ഷണ സമിതി നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. പിന്നാലെ നിരവധി പരാതികൾ വന്നിരുന്നു. കേസുകളിലൊന്നും തുടർ നടപടിയിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. കോടതിയിൽ തിരിച്ചടി ലഭിച്ചേക്കുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനെ മാറ്റി ചിന്തിപ്പിച്ചത്. പാരഡിയിൽ കേസെടുക്കുവാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തു. പാരഡി ഗാനവും തുടർന്നുണ്ടായ സംഭവങ്ങളും ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. പിന്നാലെയാണ് കേസുമായി മുന്നോട്ടു പോകാതെ സർക്കാർ പിന്തിരിയുന്നത്. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മെറ്റയ്ക്ക് കത്തു നൽകിയിരുന്നു. കോടതിയുടെ നിർദ്ദേശം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഗാനം നീക്കം ചെയ്യുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പാരഡി ഗാനം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും മാറ്റുവാനുള്ള പോലീസ് നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തു വന്നു. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയുടെ ഹാസ്യാവിഷ്കാരമായ ഗാനം നീക്കം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മെറ്റയ്ക്ക് കത്ത് നൽകി. ഗാനം നീക്കം ചെയ്യുവാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടായതായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എന്നാൽ കോടതി നിർദ്ദേശം ഇല്ലാത്ത സാഹചര്യത്തിൽ ഗാനം നീക്കരുതെന്നാണ് കത്തിന്റെ ഉള്ളടക്കം. ഗാനം നീക്കം ചെയ്യുന്നത് പൗരന്റെ മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളുടെ കമ്പനിയായ മെറ്റയെ VD സതീശൻ ഓർമ്മിപ്പിച്ചു. സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള അവകാശം നിയന്ത്രിക്കാനാവില്ലെന്ന് പല ആവർത്തി കോടതികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും കത്തിൽ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു.